നമസ്കാരം. ജ്യോതിഷത്തിൽ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ പലരുടെയും, അതായത് പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ചിലർക്ക് ശുഭകരവും ചിലർക്ക് അശുഭകരവും ദോഷകരമായ ഫലങ്ങളും വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ അധിപനാണ് ചൊവ്വ. ചൊവ്വയ്ക്ക് രാശിമാറ്റം സംഭവിക്കുകയാണ്. അതിനാൽ തന്നെ ചില മികച്ചതായ മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇടവം രാശിയിലാണ് ചൊവ്വ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അത് വ്യാഴത്തോടൊപ്പം ചേർന്നാണ് സഞ്ചരിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. ഞാൻ ഈ പരാമർശിക്കുന്ന ദിവസം ഓർത്തിരിക്കുക. ചൊവ്വ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 8 വരെ അതിന്റെ യൗവനാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പരാമർശിക്കുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രതിസന്ധികൾക്കും അല്പം ആശ്വാസം ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ചൊവ്വയുടെ രാശിമാറ്റം അത്തരത്തിലുള്ള അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നൽകും. അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കാൻ പോകുന്നത് മേടക്കൂർ ആകുന്നു. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വരുന്ന 3 നക്ഷത്രക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകാൻ പോവുകയാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവർ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദാമ്പത്യപരമായ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. വിദ്യയിൽ ഉയർച്ച നേടുവാനും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില അസ്വാരസ്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തി എന്ന് വരാം. അത് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. അതുമായി പൊരുത്തപ്പെടാൻ അല്പം പ്രയാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് പൊരുത്തപ്പെടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. പ്രതിസന്ധികൾ പലവിധം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചിലതിൽ നിങ്ങൾക്ക് ചില അനുകൂലമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. അല്ലെങ്കിൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. മതിപ്പ് മറ്റുള്ളവരുടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന, അതായത് മറ്റുള്ളവരിൽ നിന്നും പ്രശംസ, അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് പൊതുവിൽ ശുഭകരമായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ചൊവ്വയുടെ ചലനം ശുഭകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്ന് നിസ്സംശയം പറയാം. കാരണം നിങ്ങളുടെ രാശിയിൽ ലഗ്നത്തിലാണ് ചൊവ്വ മാറുന്നത്. അതിനാൽ തന്നെ ചില മാറ്റങ്ങൾ, അടിമുടി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. വാഹനയോഗം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ചില ആഡംബരപൂർണമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്തോഷം നിലനിർത്തുവാൻ സഹായകരമാണ് ഈ സമയം. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്നത് പോലെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതുമാണ്. സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഇവർക്ക് ചൊവ്വയുടെ മാറ്റം ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. പൊതുവിൽ ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു.
വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ നേരിടേണ്ടതായ ചില വിഷമകരമായ സന്ദർഭങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. ചില അപകടങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ അനുകൂലമാണ് ഈ സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ചന്ദ്രന്റെയും ചൊവ്വയുടെയും സാന്നിധ്യം ഏറ്റവും മികച്ചതായി തീർക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല അനുകൂലമായ കാര്യങ്ങളും വന്നു ചേരാം. ഗജകേസരി യോഗം വരെ നിങ്ങളെ തേടി എത്താവുന്നതാണ് എന്ന കാര്യവും ഓർക്കുക. കേന്ദ്ര ത്രികോണ രാജയോഗം പോലുള്ള യോഗങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ലാഭങ്ങൾ, അത്ഭുതപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുക, അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ജീവിതത്തിൽ പണം സമ്പാദിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കുന്നതായ ഒരു നിമിഷം എന്ന് തന്നെ പറയാം. അത്രമേൽ അനുകൂലമാകുവാനുള്ള സാധ്യതകളുടെ പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ അഭിവൃദ്ധിയും മാറ്റങ്ങളും കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹങ്ങൾ പലത് സഫലീകരിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വരുമാന സ്രോതസ്സുകളിൽ സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും കുടുംബത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇഷ്ടദേവതയെ ഈ സമയം ആരാധിക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അഥവാ കുടുംബദേവതയെ നിത്യവും ആരാധിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ സമയം ഇരു ദേവതകളെയും നിങ്ങൾ നിത്യവും ആരാധിക്കുക. വന്നു ചേരുന്ന ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.